അവർക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമോ ദേവേട്ട? ഇത്രയൊക്കെ അവരെ ദ്രോഹിച്ചിട്ടും പ്രിയങ്കമ്മളുടെ മനസ്സ് നേരെയാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ലേ? പാരമ്പര്യത്തിന്റെ ഗുണം, കുടുംബ മഹിമ, ഇതൊക്കെയാണ് അതിലൂടെ വെളിവാകുന്നത്. മറ്റു വല്ല കൂട്ടരും ആയിരുന്നെങ്കിൽ രാധികമ്മൾക്ക് അവിടെയുള്ള ബന്ധം കൂടി അവസാനിപ്പിക്കുമായിരുന്നില്ലേ? ഇറക്കി വിടുമായിരുന്നില്ലേ? അവരും നല്ലവനാ. ആ കുടുംബവും നമ്മൾ അനുഭവിക്കുന്ന വേദന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. കടമ്പനാട്ട് ക്ഷേത്രം ഒരുപാട് ദൂരെയാണോ? പ്രസിദ്ധമായ ക്ഷേത്രമാ. മാനസികാസ്വസ്ഥമുള്ള പലരും അവിടെ പോയി ഭേദമായ കാര്യം എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയെങ്കിലും അവളെ അടക്കി ഒതുക്കി നിർത്താൻ അമ്മയ്ക്ക് സാധിച്ചാൽ മതിയായിരുന്നു. അല്ലാതെ അവിടുത്തെ പൂജാരിമാരെയും പൂജാവിധികളെയും ചോദ്യം ചെയ്യുമോന്ന് അറിയില്ല. അവളുടെ അസുഖം മാറിക്കിട്ടിയാ നമുക്ക് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അസുഖം മാറിയാ ഇതുവരെ നടന്നതൊക്കെ അവൾക്ക് തന്നെ മനസ്സിലാവില്ലേ? അയ്യോ, ഇതെന്തിനും ഭാരോ? അയ്യോ, താഴെ വെക്കരുത്. 21 തവണ വീണ്ടും ചെയ്യേണ്ടി വരും. ആ, മുത്തശ്ശിയുടെ പ്രിയങ്കമോളുടെ കാര്യല്ലേ? നടന്നു വെച്ചിട്ടുണ്ടോടി? മുത്തശ്ശി, മുത്തശ്ശി വെക്കല്ലേ? പിടിക്കണി ഒന്ന്. നടക്ക്. പോ പോ പോ. പായസം തരാനാണോ? എനിക്ക് പായസം ഭയങ്കര ഇഷ്ടാ. രണ്ട് കൈയും പായസത്തിലേക്ക് മുക്കണം. എന്നിട്ട് 3 തവണ വാരി എറിയണം. എന്താണ്? ബാധ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പൂർണ്ണമായി അകലാൻ വേണ്ടിയാ. പറയുന്നത് കുട്ടിക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തേ. കാവടി എടുത്തത് നന്നായി, ഇല്ലെങ്കിൽ പുള്ളി ചത്തുപോയേനെ. മോളെ, ചൂടൊന്നും ഉണ്ടാവില്ല. മോളുടെ ഭക്തി ദൈവത്തിന് അറിയാവുന്നല്ലേ. മോള് വാരിക്കാം. ഞാൻ ചെയ്യൂല. ചെയ്തേ പറ്റൂ. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ അമ്പലത്തിലെത്തിയതേ നിന്റെ അസുഖം മാറാനാ. ഒന്നെങ്കിൽ നീ ബുദ്ധിസ്ഥിരതയുള്ളവളാണെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ഇത് വാരിയേ പറ്റും. പിടിച്ചു വെക്കണം. ചെയ്തോളാം. ആ, ഇനി വാരിക്കോളൂ. ചെയ്യേ, വാരിക്കോളൂ, പായസം വാരിക്കോളൂ. അയ്യോ എന്റെ ദൈവമേ, പിടിച്ച് ചെയ്യിക്കുക. കൈ കൊണ്ടോ എനിക്ക് പറ്റത്തില്ല.
അയ്യോ 3 തവണ ചെയ്തേ പറ്റൂ. ആ, വാ, ജീവിക്ക്. ചെയ്യ്. കൈ കൊണ്ട് കൊണ്ട്. ആ, എടുക്ക്. ആര്? ആര്? എന്റെ കൈ കൊള്ളുന്നേ. അയ്യോ. ഏയ്, കണ്ടോ കണ്ടോ ക്ഷേത്രം വരം വയ്ക്കുന്നത് കണ്ടോ? അയ്യോ ചെയ്യുന്ന വഴിപാടുകൾ ഏറ്റു തുടങ്ങിയെന്നതിന്റെ ലക്ഷണമാണ് ഭഗവാനിലേക്കുള്ള ഈ ഓട്ടം. അയ്യോ അയ്യോ. ഏയ്, ഏയ്, ഓടല്. ഏയ്, ഇവിടെ വാ. മുത്തശ്ശി, 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 എന്റെ കൈ പൊള്ളുന്നു മുത്തശ്ശി, നീ നോക്ക്. മുത്തശ്ശി, ആ മൂന്നാമതോട് ചെയ്യിക്ക്. മുത്തശ്ശി, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ കൈയൊക്കെ പൊള്ളി വീർക്കുന്നു മുത്തശ്ശി. എടി രാധികേ, എടി മതിയടി. ഇനി ബാക്കി വേറെ ആരെങ്കിലും ചെയ്യാൻ പറ. ബാക്കി എന്നാ മുത്തശ്ശി ചെയ്യോ? അയ്യോ ഞാനില്ല. എന്നാ ഇവളെ കൊണ്ട് തന്നെ ചെയ്യിച്ചോ. എടി ആ ആ, വാ വാ. അയ്യോ ചെല്ലടി. ഏയ്, ഇവിടെ വാ. ഇവിടെ വാ. വാ പോ. ഒരു തവണ ഓടിയല്ലേ? അയ്യോ എന്റെ കൈ പൊള്ളി. ആടി. ഇവിടെ വാ. നമ്മളെ വാ. എന്റെ വാതൊക്കെ ഒഴിയണം. ആ, വാ ഇവിടെ. പിടിക്ക്.